ഇസ്രായേലിൽ ഹമാസ് നടത്തിയ പ്രത്യാക്രമണവും അതേ തുടർന്ന് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഭയങ്കരമായ ആക്രമണവും തുടങ്ങിയിട്ട് മാസം 6 മാസത്തിനകത്ത് ഏതാണ്ട് 33,000-ലധികം ആളുകൾ മരിച്ചു എന്നാണ് പറയുന്നത്. 34,000-ഓട് അടുക്കും. മരിച്ചതിൽ ഗണ്യമായൊരു വിഭാഗം സ്ത്രീകളും അതിനേക്കാൾ കൂടുതൽ കുട്ടികളുമാണ്. തീർച്ചയായിട്ടും അപലപനീയമായ ഒരു കാര്യം തന്നെയാണ് ഇത്ര അധികം സ്ത്രീകൾ മരിക്കുന്നു, കുട്ടികൾ മരിക്കുന്നു എന്നുള്ളത്. പക്ഷേ എത്ര സ്ത്രീകൾ മരിച്ചാലും എത്ര കുട്ടികൾ മരിച്ചാലും ഒറ്റ ഹമാസുകാരന് രക്ഷപ്പെടരുത് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. ആ ദൃഢനിശ്ചയത്തോടാണ് അവർ പട്ടാളത്തെ അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ കരസേന യുദ്ധത്തിൽ അധികം ഒന്നും പങ്കെടുക്കുന്നില്ല. നേരെ മറിച്ച് മിസൈലുകൾ വ്യാപകമായിട്ട് വർഷിക്കുന്നുണ്ട്. ബോംബ് ധാരാളമായിട്ട് ബോംബുകൾ വർഷിക്കുന്നുണ്ട്. ആശുപത്രിയുടെ മീതെ ബോംബിടുന്നുണ്ട്, സ്കൂളുകളുടെ മീതെ ബോംബിടുന്നുണ്ട്. അപ്പോൾ ഈ മുസ്ലിങ്ങളുടെ പുണ്യമാസമായ വ്രതാനുഷ്ഠാനങ്ങളുടെ കാലമായ റമദാൻ മാസത്തിൽ വെടിനിർത്തലുണ്ടാകും എന്ന് ഇവർ പ്രതീക്ഷിച്ചു. പലരും അതിനുവേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ അതൊന്നും ഇസ്രായേൽ ഗൗനിച്ചില്ല. കാരണം യഹൂദന്മാരുടെ ഒരു വിശേഷ ദിവസമാണ് ഇവരുടെ പ്രത്യാക്രമണം ഉണ്ടായത്, അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പുണ്ടായത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഇനി കണ്ണും മൂക്കും നോക്കാനില്ല. തിരിച്ചടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാലപരിധിയോ അല്ലെങ്കിൽ പുണ്യമാസമോ വ്രതാനുഷ്ഠാനമോ പെരുന്നാളോ ഒന്നും ബാധകമല്ല. ഈ പെരുന്നാളിൻ്റെ അന്നും ഇസ്രായേൽ ബോംബ് വർഷിച്ചു. ആ ബോംബാക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ 3 ആൺമക്കളും 2 പേരക്കുട്ടികളും കൊല്ലപ്പെട്ടു. അതിനുശേഷവും ബോംബാക്രമണം തുടരുകയാണ്. ഇതിനിടയ്ക്ക് ഐക്യരാഷ്ട്ര അസംബ്ലി അല്ല, അവർ നമ്മുടെ സെക്യൂരിറ്റി കൗൺസിൽ രക്ഷാസമിതി വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു. വോട്ടെടുപ്പിൽ 14 രാജ്യങ്ങൾ വോട്ടെടുപ്പിന് വേണ്ടി കൈ ഉയർത്തി. അമേരിക്ക വിട്ടു. അമേരിക്ക സാറിന് വീറ്റോ ചെയ്യണം പതിവ്. അമേരിക്ക തന്നെയും ആവശ്യപ്പെട്ടു ഇസ്രായേലിനോട് വെടിനിർത്തലിന്, ബോംബിന് മേലിൽ വർഷിക്കരുത്. പക്ഷേ ഇസ്രായേൽ അതൊന്നും ഗൗനിക്കുന്നില്ല. അവസാനത്തെ ഹമാസുകാരനെ വരെ കാച്ചിയതിന് ശേഷമേ ഈ യുദ്ധം തീരുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് യുദ്ധത്തിന് വന്നത്. അപ്പോൾ ഈ യുദ്ധം തുടങ്ങിയ കാലത്ത് നമ്മുടെ നാട്ടിലെ ചില ഓൺലൈൻ മീഡിയകളും അതുപോലെ ചില TV ചാനലുകാരൊക്കെ പറഞ്ഞിരുന്നത് ഇതോടെ ഇസ്രായേലിൻ്റെ പണി തീരും. ഇസ്രായേൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇസ്രായേലിൽ പ്രത്യേകിച്ച് ഉൽപ്പാദനമൊന്നും നടക്കുന്നില്ല. ബോംബാക്രമണം കൊണ്ട് അവരുടെ സമ്പദ് വ്യവസ്ഥ ആകെ ശോഷിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇവർ പട്ടിണി കിടന്ന് മരിക്കും. പിന്നെ ഹമാസിൻ്റെ ഭാഗത്ത് അതിഭയങ്കരമായി ചെറുത്ത് നിൽപ്പാണ്. ഒരു ഹമാസുകാരൻ 5 യഹൂദന്മാരെ കൊല്ലും എന്നൊക്കെ പറഞ്ഞു. അതുകൂടാതെ ഇവർ പറഞ്ഞു സൗദി അറേബ്യ ഇടപെടും, കുവൈറ്റ് ഇടപെടും, ഇറാഖ് കൈ കെട്ടി നിൽക്കുകയില്ല, ടുണീഷ്യ ഇടപെടും, സുഡാൻ ഇടപെടും, ഈജിപ്റ്റ് വേണ്ടി വന്നാൽ ഇടപെടും. പിന്നെ തുർക്കി എന്ന് പറഞ്ഞ മഹാരാജ്യമുണ്ട്, തുർക്കിയ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. തുർക്കിയുടെ ഭരണാധികാരി എന്ന് പറയുന്നത് റജബ് തയ്യബ് ഉർദുഗാനാണ്. ഉർദുഗാൻ എന്ന് വെച്ചാൽ വീരശൂര പരാക്രമിയാണ്. സുലൈമാൻ ദ മാഗ്നിഫിസൻറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പഴയ സുൽത്താൻ്റെ ഒരു പിൻതലമുറക്കാരനായിട്ടാണ് കരുതപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ കണ്ണിലൂണ്ടിയായിരുന്നു ഈ ഉർദുഗാൻ. അപ്പോൾ ഉർദുഗാൻ അടക്കമുള്ള ലോക നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടും. ഉർദുഗാൻ അവിടുന്ന് പട്ടാളത്തെ അയക്കും, നാവിക സൈന്യത്തെ അയക്കും, വ്യോമസേനയെ അയക്കും. അതോടുകൂടി ഇസ്രായേലിൻ്റെ പണി തീരും എന്നൊക്കെയാണ്. പക്ഷേ ഒരു രാജ്യവും ഇസ്രായേലിന് വേണ്ടി വാഗൊണ്ട് മദ്ദളം കൊട്ടുന്നതല്ലാതെ സൈനികമായിട്ട് ഒരു സഹായവും ചെയ്തില്ല. സാമ്പത്തികമായിട്ട് ചില സഹായങ്ങളൊക്കെ ചെയ്തു നോക്കി, പക്ഷേ അതും ഫലവത്തായില്ല. കാരണം ഈ ജീവൻ രക്ഷാ മരുന്നുകളടക്കം ഗസയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇസ്രായേൽ അനുവദിച്ചില്ല. ട്രക്കുകളിങ്ങനെ അതിർത്തിയിൽ കെട്ടിക്കിടക്കുകയാണ്. ഇവരാണെങ്കിൽ ബോംബ് ഇങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. രക്ഷാപ്രവർത്തനം പോലും അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നേതാക്കന്മാരെ അവർ എവിടെയാണെങ്കിലും വധിക്കും എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഇവരുടെ ഒളിത്താവളങ്ങൾ ആക്രമിക്കുന്നു. ലെബനോണിൽ, ഇറാനിലൊക്കെ ആക്രമണങ്ങൾ നടത്തുന്നു. നയതന്ത്ര പ്രതിനിധികളെ വരെ, അവരുടെ ഓഫീസുകൾ വരെ, എംബസികളിൽ വരെ ഇവർ മിസൈൽ ആക്രമണം നടത്തി ആളുകളെ കൊല്ലുന്നു. അങ്ങനെ വ്യാപകമായ നശീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇന്ന് തകരും, നാളെ തകരും, മറ്റന്നാൾ തകരുമെന്ന് പറയുന്നല്ലാതെ തകരുന്നില്ല. പത്രങ്ങൾക്കൊക്കെ ഇതിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. മീഡിയ വൺ ചാനൽ മാത്രം കാലത്ത് വൈകുന്നേരം ഉച്ചയ്ക്കും ഈ ഹോമിയോ മരുന്ന് കഴിക്കുന്ന പോലെ ഫലസ്തീൻ ഹമാസിൻ്റെ ചെറുത്ത് നിൽപ്പ്, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇസ്രായേലിൻ്റെ ആദ്യം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇസ്മായിൽ ഹനിയയെ അല്ല അദ്ദേഹത്തിൻ്റെ 3 മക്കളെയും 2 പേരക്കുട്ടികളെയും വധിക്കുന്നത്. അപ്പോഴും ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. നേരത്തെ ഇസ്രായേലിൻ്റെ അന്ത്യമെടുത്തു, അല്ലെങ്കിൽ ഫലസ്തീൻ്റെ വിജയം അനിവാര്യമാണ്,
പുഴ മുതൽ കടൽ വരെ നമ്മുടേതാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരാരും പൊടി പോലും ഇപ്പോൾ കാണാനില്ല. കാരണം അവർക്ക് മനസ്സിലായി സംഗതി ഇത് വിജയിക്കുന്ന യുദ്ധമല്ല. ഇസ്രായേൽ തകരണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവരുടെ ആഗ്രഹം അനുസരിച്ചല്ലല്ലോ അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഹമാസുകാരന് അന്ത്യം കണ്ടതിന് ശേഷമേ യുദ്ധം നിർത്തുകയുള്ളൂ എന്ന പിടിവാശിയിൽ ഐക്യരാഷ്ട്ര രക്ഷാ കൗൺസിലിൻ്റെ പ്രമേയം വരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇസ്രായേൽ യുദ്ധം തുടരുകയാണ്. യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നതിനുള്ള യുദ്ധം എന്ന് പറയുന്നത്. ഇവിടെ ഹമാസിൻ്റെ കേന്ദ്രങ്ങളിൽ നിരന്തരമായി ബോംബിടുന്നു. കല്ലുമ്മൽ കല്ല് ശേഷിക്കാത്ത രീതിയിൽ ഗസ തകർന്ന് തരിപ്പണമാകുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഇസ്രായേലിന് വേണ്ടി ശബ്ദം ഉയർത്തുന്നവർ, ഹമാസിന് വേണ്ടി വാഗ്വാദം നടത്തുന്നവർക്ക് ആർക്കും ശരീരത്തിന് യാതൊരു കേടും സംഭവിച്ചിട്ടില്ല. അവരൊക്കെ ഇപ്പോഴും അവരുടെ സ്വീകരണ മുറിയിലിരുന്ന് ടി വിയിൽ യുദ്ധം കാണുക. അവരെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും പോപ്പുലർ ഫ്രണ്ടുകാർക്കും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ സമാധാന പ്രേമികളായിട്ടുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ഹമാസിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ആർത്ത് വിളിക്കുക. ഇസ്രായേലിന് എതിരെ ഇപ്പോഴും ജിഹാദ് വിളിച്ചുകൊണ്ട് ജാഥ നടത്താൻ താല്പര്യപ്പെടുന്നവരാണ്. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്, യുദ്ധം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേഹം വേദന എടുക്കും, അവരുടെ മേൽ ബോംബ് വീഴും, അവർ മരിക്കും. ഇവിടെ ഇരുന്ന് തള്ളുന്നവർക്ക് യാതൊരു കുഴപ്പമില്ല. അത് ഷുഹൈബ് മൗലവി ആണെങ്കിലും ശരിയാണ്, അതല്ല മുജീബുർ റഹ്മാനാണെങ്കിലും ശരിയാണ്, അതല്ല നമ്മുടെ മൗദൂദി ചാനലിലെ ദാവൂദ് സാഹിബ് ആണെങ്കിലും ശരിയാണ്. അവർക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഇതാ നമ്മൾ ജയിക്കാൻ പോകുന്നു, നമ്മളിപ്പോൾ ജയിക്കും, നമ്മൾ കുറച്ച് കഴിഞ്ഞ് ജയിക്കും, നമ്മൾ അടുത്ത ആഴ്ച ജയിക്കും, വരുന്ന ധനുമാസം 41-ാം തീയതി നമ്മുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാം. പക്ഷേ അതിനപ്പുറത്ത് ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം പാളയം പള്ളി ഇമാം സുഹൈബ് മൗലവി ഒരു പുതിയ ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇസ്രായേലിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മളാരും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഇസ്രായേലിനെതിരെ മലയാളികളുടെ ഉപരോധം. യുദ്ധം തുടങ്ങി 6 മാസം കഴിഞ്ഞപ്പോഴാണ് മൗലവിക്ക് ബോധോദയം ഉണ്ടായത്. ഇത് ആദ്യമേ പറഞ്ഞ് നമുക്ക് ആദ്യം തൊട്ട് ബഹിഷ്കരിക്കരുത്. സാധാരണ ദേശാഭിമാനി പേപ്പറിലാണ് ഇങ്ങനെയുള്ള ഈ ആഹ്വാനങ്ങൾ വരാറുള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 1998-99 കാലത്ത് പശ്ചിമേഷ്യയിൽ എവിടെ യുദ്ധം ഉണ്ടായ സമയത്ത് ദേശാഭിമാനിയിൽ ഇങ്ങനെ ആഹ്വാനം വന്നു. നമ്മൾ ബഹിഷ്കരിക്കേണ്ട സാധന സാമഗ്രിയുടെ ഒരു ലിസ്റ്റും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, ഇന്ന സാധനങ്ങൾ. അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ 1, 2, 3, 4, 5 കുഴപ്പമില്ല, നമുക്ക് ബഹിഷ്കരിക്കാൻ നോക്കി. 6ാമത്തെ ഐറ്റം നോക്കിയപ്പോൾ പിയേഴ്സ് സോപ്പാണ്. പിയേഴ്സ് എങ്ങനെ മനുഷ്യൻ ബഹിഷ്കരിക്കണം? ഞാൻ വളരെ കാലമായിട്ട് ഉപയോഗിക്കുന്നത് പിയേഴ്സാണ്. എൻ്റെ അതുല്യമായ മേരി അഴകിൻ്റെയും ചർമ്മകാന്തിയുടെയും ഏകരഹസ്യം എന്ന് പറയുന്നത് പിയേഴ്സാണ്. അത് ഉപേക്ഷിച്ചിട്ട് നമ്മൾ വല്ല സിനിമാ നടികൾ ഉപയോഗിക്കുന്ന സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അതൊരിക്കലും ശരിയാവുകയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഏതായാലും അമേരിക്കയുമായിട്ട് സമരസപ്പെടാൻ തീരുമാനിച്ചു. ഇപ്പോൾ അമേരിക്കയുമായിട്ട് നമ്മൾ ചങ്ങാത്തത്തിലാണ്. പിയേഴ്സ് ബഹിഷ്കരിച്ചിട്ട് സാമ്രാജ്യത്വം തോൽപ്പിക്കാൻ ഞാൻ തയ്യാറില്ല. ഇതുപോലെ ഇങ്ങനെ ബഹിഷ്കരിക്കേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് മാധ്യമത്തിലും സിറാജിലും ചാന്ദ്രികയിലും സുപ്രഭാതത്തിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ബഹിഷ്കരിക്കുന്നവർക്കൊരു സൗകര്യമായിരിക്കും. ദേശാഭിമാനിലും കൊടുക്കാം. അങ്ങനെ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നമുക്ക് സാമ്രാജ്യത്വത്തെ തോൽപ്പിക്കാം, സയനിസത്തെ തോൽപ്പിക്കാം. അപ്പോൾ സുഹൈബ് മൗലവിക്ക് എന്തുകൊണ്ടാണ് ഈ ബുദ്ധി ഇത്ര നാൾ തോന്നാഞ്ഞതെന്നുള്ളതിൽ മാത്രമേ എനിക്ക് അത്ഭുതമുള്ളൂ. ഏതായാലും വൈകി വന്ന വിവേകം എന്നല്ലാതെ ഒന്നും പറയാനില്ല. അത് മാത്രമേ ഇനി പരീക്ഷിക്കാൻ ബാക്കിയുള്ളൂ. നമുക്കൊന്ന് പയറ്റി നോക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.